ഒരേ കോളേജിലെ സഹപാഠികളായിരുന്ന കുറച്ച് സുഹൃത്തുക്കൾ വർഷങ്ങൾക്ക് ശേഷം അവരുടെ ഒരു പഴയ പ്രൊഫസറെ കാണാൻ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി. സംസാരത്തിനിടയിൽ എല്ലാവരുടെയും സംസാരത്തിന്റെ പൊതു സ്വഭാവം ജീവിതത്തിന്റെ പല മേഖലകളിലെ സമാധാനക്കേടുകളെക്കുറിച്ചുള്ള പരാതികളായിരുന്നു. അങ്ങനെ പ്രശ്നങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. തന്റെ വിദ്യാർത്ഥികളുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ കേട്ടതിന് ശേഷം പ്രൊഫസർ വീടിന്റെ അടുക്കളയിലേക്ക് പോയി. ഒരു ഫ്ലാസ്ക് നിറയെ ചൂട് കാപ്പിയുമായി അദ്ദേഹം തിരിച്ചു വന്നു. കൂട്ടത്തിൽ ഒരു ട്രേ നിറയെ കപ്പുകളും ഉണ്ടായിരുന്നു. ചില കപ്പുകൾ വില കൂടിയ ക്രിസ്റ്റൽ കപ്പുകളായിരുന്നു. മറ്റു ചിലതാകട്ടെ ഭംഗിയുള്ള ചൈനാക്ലേ കപ്പുകളുമായിരുന്നു. ചിലത് പ്ലാസ്റ്റിക് കപ്പുകളും പേപ്പർ കപ്പുകളുമായിരുന്നു. പ്രൊഫസർ പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമുള്ള കാപ്പി ഈ കപ്പുകളിൽ പകർന്നു കുടിച്ചോളൂ. എല്ലാ സുഹൃത്തുക്കളും ട്രേയിലുള്ള ഭംഗിയുള്ളതും വില കൂടിയതുമായ കപ്പുകൾ സ്വന്തമാക്കി. സാധാരണ പ്ലാസ്റ്റിക് കപ്പുകളും പേപ്പർ കപ്പുകളും ട്രേയിൽ ബാക്കിയായി. എല്ലാവരുടെയും കയ്യിൽ കാപ്പി എത്തിയപ്പോൾ പ്രൊഫസർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങൾ എല്ലാവരും ട്രേയിലെ വില കൂടിയതും ഭംഗിയുള്ളതുമായ കപ്പുകളാണ് എടുക്കാൻ ശ്രമിച്ചത്. ബാക്കിയായ പ്ലാസ്റ്റിക് കപ്പുകളും പേപ്പർ കപ്പുകളും ആരും നോക്കിയില്ല. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ കാരണവും ഇതുതന്നെയല്ലേ? സുഹൃത്തുക്കളെ, നിങ്ങൾ എത്ര സമ്പാദിച്ചിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ സമാധാനം കിട്ടുന്നില്ലെങ്കിൽ ഈ പ്രൊഫസറുടെ കോഫി കപ്പ് രഹസ്യം നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. നിങ്ങൾ ശരിക്കും ആഗ്രഹിച്ചത് കാപ്പി ആയിരുന്നു, കപ്പായിരുന്നില്ല. പക്ഷെ നിങ്ങൾ എല്ലാവരും മത്സരിച്ചത് ഏറ്റവും വില കൂടിയതും ഭംഗിയുള്ളതുമായ കപ്പുകൾക്ക് വേണ്ടിയായിരുന്നു. ഇത് നമ്മുടെ ജീവിതവുമായി താരതമ്യം ചെയ്താൽ കാപ്പി എന്നത് നമ്മുടെ ജീവിതവും കപ്പ് എന്നത് നമ്മുടെ ജോലിയും പണവും ആഡംബരങ്ങളുമാണ്. കപ്പ് ഏതായിരുന്നാലും അതിനുള്ളിലെ കാപ്പിയുടെ രുചി മാറുന്നില്ല. പക്ഷേ നമ്മൾ എപ്പോഴും കപ്പിന്റെ ഭംഗി കണ്ട് അതിലേക്ക് ആകർഷിക്കപ്പെടുന്നു. നമ്മുടെയൊക്കെ ഉള്ളിലെ ജീവിതത്തിന്റെ മനോഹാരിത ആസ്വദിക്കാൻ നമ്മൾ മറന്നുപോകുന്നു. മറ്റുള്ളവരുടെ കപ്പിലെ കാപ്പിയുമായി നമ്മുടെ കപ്പിലെ കാപ്പിയെ താരതമ്യം ചെയ്യാതിരിക്കുക. കാരണം കാപ്പിയെല്ലാം ഒന്ന് തന്നെയാണ്. ഇരിക്കുന്ന പാത്രങ്ങൾക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. അതിനാൽ ശ്രദ്ധിക്കുക, എല്ലാവരുടെയും കയ്യിലുള്ളത് അവരവരുടെ ജീവിതങ്ങളാണ്. പ്രൊഫസർ ഈ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പായി ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ എന്തിനാണ് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത്? സമാധാനത്തിനോ അതോ സക്സസിനോ? താഴെ കമന്റ് ചെയ്തോളൂ. എപ്പോഴും ഓവർ തിങ്കിങ് ചെയ്ത് ജീവിതത്തിലെ സന്തോഷം കളയുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഈ വീഡിയോ ഷെയർ ചെയ്തോളൂ. ഒപ്പം അവരെ ടാഗ് ചെയ്യാനും മറക്കരുത്. ആഡംബര കപ്പിൽ കുടിച്ചാലും പേപ്പർ കപ്പിൽ കുടിച്ചാലും കാപ്പിയുടെ രുചി ഒന്നു തന്നെയാണ്. ജീവിതവും അങ്ങനെയാണ്. പണവും മോടിയും ആഡംബരങ്ങളുമെല്ലാം ബാഹ്യമായ മോടികൾ മാത്രമാണ്. ഉള്ളിലെ സമാധാനമാണ് പ്രധാനം. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതെ നമ്മുടെ വിലപ്പെട്ട ജീവിതം മനോഹരമാക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ പ്രതികരണങ്ങളാണ് എൻ്റെ മോട്ടിവേഷൻ. താങ്ക്